അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അന്നഹ്വുൽ വാളിഹു ഫി ഖവാഇദിൽ ലുഗത്തിൽ അറബിയ്യ ലിൽ മർഹലത്തിൽ ഇബ്തിദായിയ എന്നുള്ള ബൃഹത്തായ ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് നമുക്ക് ഈ വർഷം ഓതുവാനുള്ളത്. ഈ കിതാബിലെ ആദ്യത്തെ പാഠം അൽ മുബ്തദഉ വൽ ഖബറു വ തതാബുഖുഹുമ എന്നുള്ളതാണ്. ഓക്കെ, മുബ്തദ എന്താണ്, ഖബർ എന്താണ് എന്നീ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അറബി ഭാഷയിലെ ഒരു ഇസ്മിയായിട്ടുള്ള ജുംല വരികയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് മുബ്തദ, ഖബർ എന്നുള്ളത്, അല്ലേ? അൽ ബുസ്താനു ജമീലുൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ അൽ ബുസ്താനു എന്നുള്ളതാണ് മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത്, ജമീലുൻ എന്നുള്ള പദമാണ് ഖബറായിട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഓക്കെ, ഏതായാലും ഈ മുബ്തദ ഖബറുമായിട്ട് ബന്ധപ്പെട്ട അല്പം ചില നിയമങ്ങളാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മുബ്തദഉ വൽ ഖബറു വ തതാബുഖുഹുമ. അൽ മുബ്തദഉ വൽ ഖബറു, മുബ്തദഉം ഖബറും, വ തതാബുഖുഹുമ ഇവ രണ്ടും യോജിക്കലും. ഓക്കെ, അപ്പോൾ ഏതെല്ലാം വിഷയങ്ങളിൽ മുബ്തദഉം ഖബറും പരസ്പരം യോജിക്കണം എന്നുള്ള വിഷയമാണ് ഈ പാഠത്തിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. താഴെ അൽ അംസിലത്തു എന്ന് പറഞ്ഞിട്ട് 6 നമ്പറുകൾ അവിടെ നൽകിയിട്ടുണ്ട്. ഓരോ നമ്പറിലും 3 വീതം ഉദാഹരണങ്ങളും നമുക്ക് കാണാവുന്നതാണ്, അല്ലേ? ആ ഉദാഹരണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. 1 എന്ന നമ്പറിട്ട 3 ഉദാഹരണങ്ങൾ. അന്നമിറു ഷരിസുൻ. രണ്ടാമത്തെ ഉദാഹരണം അൽ കൽബു അലീഫുൻ. മൂന്നാമത്തെ ഉദാഹരണം അന്നജ്മു ലാമിഉൻ. ഓക്കെ, ഇവിടെ അർത്ഥം ഒന്ന് പറയാം. അന്നമിറു, നെമിർ എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലി എന്നാണ് അർത്ഥം. ഷെരിസുൻ എന്ന് പറഞ്ഞാൽ ഇണങ്ങാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ അന്നമിറു ഷെരിസുൻ എന്നാൽ പുള്ളിപ്പുലി ഇണങ്ങാത്ത ജീവിയാണ്, മനുഷ്യരോട് ഇണങ്ങാത്ത ജീവിയാണ് പുള്ളിപ്പുലി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് അൽ കൽബു അലീഫുൻ. കൽബുൻ എന്നാൽ നായ എന്നാണ് അർത്ഥം. അലീഫുൻ എന്നാൽ ഷെരിസുൻ എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇണങ്ങുന്നത് എന്നാണ് അർത്ഥം. അൽ കൽബു അലീഫുൻ, നായ ഇണങ്ങുന്ന ജീവിയാണ്. ഇനി മൂന്നാമത്തത് അൻ നജ്മു ലാമിഉൻ. നജ്മ് എന്നാൽ നക്ഷത്രം എന്നാണ് അർത്ഥം. ലാമിഉൻ എന്നാൽ ലമഅ എന്നുള്ള ഫിഅലിൻ്റെ ഇസ്മു ഫായിലാണ്. ലാമിഉൻ തിളങ്ങുന്നത് എന്നാണ് അർത്ഥം. അൻ നജ്മു ലാമിഉൻ, നക്ഷത്രം തിളങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്പറിട്ട ഉദാഹരണങ്ങൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്പറിട്ട ഉദാഹരണങ്ങൾ. അൽ ബത്തത്തു സാബിഹത്തുൻ, സൈനബു മുത്തിഅത്തുൻ, അൽ മദീനത്തു ആമിറത്തുൻ. ഓക്കെ, ബത്തത്ത് എന്ന് പറഞ്ഞാൽ താറാവ് എന്നാണ് അർത്ഥം. സാബിഹത്തുൻ എന്നാൽ നീന്തുന്നത്. ഓക്കെ, അപ്പോൾ അൽ ബത്തത്തു സാബിഹത്തുൻ, താറാവ് നീന്തുന്നതാണ്. രണ്ടാമത്തേത് സൈനബു മുത്തിഅത്തുൻ. മുത്തിഅത്തുൻ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൾ എന്നാണ് അർത്ഥം. സൈനബു മുത്തിഅത്തുൻ, സൈനബ് എന്നുള്ള സ്ത്രീ അനുസരണ ഉള്ളവളാണ്. ഇനി മൂന്നാമത്തേത് അൽ മദീനത്തു ആമിറത്തുൻ. മദീനത്തുൻ എന്നാൽ പട്ടണം എന്നാണ് അർത്ഥം. ആമിറത്തുൻ എന്നാൽ ജനനിബിഡമായത്, ധാരാളം ജനങ്ങളുള്ളത് എന്നാണ് അർത്ഥം. അൽ മദീനത്തു ആമിറത്തുൻ, പട്ടണം വല്ലാത്ത ജനനിബിഡമായതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ രണ്ടാമത്തെ ഉദാഹരണവും കഴിഞ്ഞു. ഇനി 3 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ നോക്കുക. അത്തിൽമീദാനി ഹാലിറാനി, അൽ കിതാബാനി ജദീദാനി, അൽ ഖഫീറാനി സാഹിറാനി. ഓക്കെ, തിൽമീദുൻ എന്നാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം. ആ തിൽമീദാനി 2 വിദ്യാർത്ഥികൾ, ഹാലിറാനി സന്നിഹിതരായവരാണ്. ഓക്കെ, അപ്പോൾ അത്തിൽമീദാനി ഹാലിറാനി, ആ 2 വിദ്യാർത്ഥികൾ ഇവിടെ ഉള്ളവരാണ്, സന്നിഹിതരായവരാണ്, ഹാജറാണ് എന്നർത്ഥം. ഇനി രണ്ടാമത്തത് അൽ കിതാബാനി ജദീദാനി. 2 പുസ്തകങ്ങളും പുതിയതാകുന്നു. ജദീദുൻ എന്നാൽ പുതിയത് എന്നാണ്. ജദീദാനി എന്ന് പറഞ്ഞാൽ 2 സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അൽ കിതാബാനി ജദീദാനി, 2 പുസ്തകങ്ങളും പുതിയതാകുന്നു. ഇനി മൂന്നാമത്തത് അൽ ഖഫീറാനി സാഹിറാനി. ഖഫീറുൻ എന്ന് പറഞ്ഞാൽ വാച്ച്മാൻ എന്നാണ് അർത്ഥം, സെക്യൂരിറ്റി എന്നാണ് അർത്ഥം. അൽ ഖഫീറാനി എന്നാൽ അതിൻ്റെ മുസന്ന 2 സെക്യൂരിറ്റിമാർ, 2 കാവൽക്കാർ. സാഹിറാനി, സാഹിറുൻ എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിക്കുന്നവൻ എന്നാണ് അർത്ഥം. സാഹിറാനി, 2 പേരും ഉറക്കമൊഴിക്കുന്നവരാണ്. അൽ ഖഫീറാനി സാഹിറാനി, 2 വാച്ച്മാന്മാരും ഉറക്കമൊഴിക്കുന്നവരാണ്.
ഇനി 4 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ നോക്കുക. അൽ ബിൻതാനി മുജ്തഹിദത്താനി, അൽ ഹദീഖത്താനി മുസ്മിറത്താനി, അൽ ഹുജറത്താനി വാസിഅത്താനി. ഓക്കെ, ബിൻതുൻ എന്നാൽ പെൺകുട്ടി എന്നാണ് അർത്ഥം. അൽ ബിൻതാനി 2 പെൺകുട്ടികൾ, മുജ്തഹിദത്താനി 2 പേരും പരിശ്രമിക്കുന്നവളാണ്. ഓക്കെ, മുജ്തഹിദത്താനി 2 പേരും പരിശ്രമിക്കുന്നവരാണ് എന്നർത്ഥം. ഇനി അൽ ഹദീഖത്താനി മുസ്മിറത്താനി, ഹദീഖത്തുൻ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് അർത്ഥം. മുസ്മിറത്തുൻ എന്ന് പറഞ്ഞാലോ പഴമുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ അൽ ഹദീഖത്താനി മുസ്മിറത്താനി 2 തോട്ടങ്ങളും, മുസ്മിറത്താനി പഴം നിറഞ്ഞതാണ്, പഴമുള്ളതാണ് എന്നതാണ് രണ്ടാമത്തെ ഉദാഹരണം പറയുന്നത്. ഇനി മൂന്നാമത്തത് അൽ ഹുജറത്താനി വാസിഅത്താനി, ഹുജറത്തുൻ എന്നാൽ റൂം എന്നാണ് അർത്ഥം. ഹുജറത്താനി 2 റൂമുകളും, വാസിഅത്താനി വിശാലമായതാകുന്നു. വാസിഅത്തുൻ എന്നാൽ വിശാലമായത് എന്നാണ്. വാസിഅത്താനി 2 വിശാലമായ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 5 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ നോക്കുക. അൽ മുഹ്സിനൂന മംദൂഹൂന, അത്തലാമീദു അദ്കിയാഉ, അൽ കുസാല മുആഖബൂന. ആദ്യത്തേത് അൽ മുഹ്സിനൂന മംദൂഹൂന. മുഹ്സിനുൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് അൽ മുഹ്സിനൂന, നന്മ ചെയ്യുന്നവർ. മംദൂഹൂന, മംദൂഹുൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. മംദൂഹൂന എന്നുള്ളത് അതിൻ്റെ ജംഅ മുദക്കർ സാലിമാണ്, സ്തുതിക്കപ്പെട്ടവർ എന്നാകും അർത്ഥം. അപ്പോൾ അൽ മുഹ്സിനൂന മംദൂഹൂന, നന്മ ചെയ്യുന്നവർ സ്തുതിക്കപ്പെട്ടവരാണ്. ഇനി അത്തലാമീദു അദ്കിയാഉ, തിൽമീദുൻ എന്നുള്ളതിൻ്റെ ജംആണ് തലാമീദു, വിദ്യാർത്ഥികൾ. അദ്കിയാഉ, ദക്കിയുൻ എന്നതിൻ്റെ ജംആണ് അദ്കിയാഉ എന്ന് പറയുന്നത് ബുദ്ധിമാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തലാമീദു അദ്കിയാഉ, വിദ്യാർത്ഥികളെല്ലാം ബുദ്ധിമാന്മാരാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് അൽ കുസാല മുആഖബൂന. ഓക്കെ, കസ്ലാനുൻ എന്നുള്ളതിൻ്റെ ജംആണ് കുസാല എന്നുള്ളത്. മടിയൻ എന്നാണ് കസ്ലാൻ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ അൽ കുസാല മടിയന്മാർ, മുആഖബൂന ശിക്ഷിക്കപ്പെടുന്നവരാണ്. മുആഖബുൻ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംഅ മുദക്കർ സാലിമാണ്. മുആഖബൂന ശിക്ഷിക്കപ്പെടുന്നവർ. അപ്പോൾ അൽ കുസാല മുആഖബൂന മടിയന്മാർ ശിക്ഷിക്കപ്പെടുന്നവരാണ്. ഓക്കെ, ഇനി 6 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ നോക്കുക. അസ്സയ്യിദാത്തു മുഹദ്ദബാത്തുൻ, അശ്ശജറാത്തു മൂരിഖാത്തുൻ ഔ മൂരിഖത്തുൻ, അൽ ഖുസൂറു ആലിയത്തുൻ ഔ ആലിയാത്തുൻ. ഓക്കെ, ഒന്ന് നോക്കുക. അസ്സയ്യിദാത്തു എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരായിട്ടുള്ള സ്ത്രീകൾ എന്നാണ് അർത്ഥം. ഓക്കെ, സയ്യിദത്തുൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ആയിട്ടുള്ള നേതാവിനെ കുറിച്ചാണ് പറയുക. അസ്സയ്യിദാത്തു ഇത്തരത്തിലുള്ള നേതാക്കന്മാർ. മുഹദ്ദബാത്തുൻ സംസ്കരിക്കപ്പെട്ടവരാണ്. മുഹദ്ദബത്തുൻ എന്ന് പറഞ്ഞാൽ സംസ്കരിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ സംസ്കാരമുള്ളവൾ എന്നൊക്കെയാണ്. അപ്പോൾ മുഹദ്ദബാത്തുൻ സംസ്കാരമുള്ളവരാണ്. അസ്സയ്യിദാത്തു മുഹദ്ദബാത്തുൻ. ഇനി രണ്ടാമത്തേത് അശ്ശജറാത്തു മൂരിഖാത്തുൻ ഔ മൂരിഖത്തുൻ. അശ്ശജറാത്തു എന്ന് പറഞ്ഞാൽ മരങ്ങൾ, മൂരിഖാത്തുൻ, മൂരിഖത്തുൻ എന്ന് പറഞ്ഞാൽ ഇല ഉള്ളത്, ഇല നിറഞ്ഞത് എന്നൊക്കെയാണ്. മൂരിഖാത്തുൻ ഇല നിറഞ്ഞതാണ്. ഔ മൂരിഖത്തുൻ, ഇവിടെ നമുക്ക് മൂരിഖത്തുൻ എന്നുകൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഇല നിറഞ്ഞതാണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഉദാഹരണം അൽ ഖുസൂറു ആലിയത്തുൻ ഔ ആലിയാത്തുൻ. ഓക്കെ, അൽ ഖുസൂറു ഖസ്റുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഖുസൂർ, കൊട്ടാരങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആലിയത്തുൻ എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ അൽ ഖുസൂറു ആലിയത്തുൻ കൊട്ടാരങ്ങളെല്ലാം ഉയർന്നതാണ്. ഔ ആലിയാത്തുൻ, അല്ലെങ്കിൽ നമുക്ക് ആലിയാത്തുൻ എന്നുള്ള പദവും കൂടെ അതിൻ്റെ ഖബറിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഉയർന്നവയാണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഏതായാലും ഇങ്ങനെ 6 തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഉദാഹരണങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഉദാഹരണത്തിൽ 1 എന്ന നമ്പറിട്ട 3 ഉദാഹരണങ്ങൾ നോക്കുക. അന്നമിറു ഷരിസുൻ, അൽ കൽബു അലീഫുൻ, അന്നജ്മു ലാമിഉൻ എന്നൊക്കെയാണ് അവിടെ ഉള്ളത്. അതിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയുള്ള 3 മുബ്തദഉം നെമിറായാലും കെൽബായാലും നജ്മായാലും ഇവയെല്ലാം മുഫ്രദുമാണ്, മുദക്കറുമാണ്. അല്ല, നെമിർ എന്നാൽ ഒരു പുള്ളിപ്പുലി, കെൽബ് എന്നാൽ ഒരു നായ, നജ്മ് എന്നാൽ ഒരു നക്ഷത്രം. ഓക്കെ, അപ്പോൾ മുഫ്രദായിട്ടുള്ള ഒരു പദമാണത് എന്നുള്ളതുപോലെ അവയെല്ലാം
മുദക്കറുമാണ്. ഓക്കെ, മുദക്കറായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള മുബ്തദഇന് അതുപോലെ തന്നെയാണ് അവിടുത്തെ ഖബറും വന്നിട്ടുള്ളത് അല്ലേ. ഷരിസുൻ എന്നുള്ളതും അലീഫുൻ എന്നുള്ളതും ലാമിഉൻ എന്നുള്ളതും മുദക്കറുമാണ്, മുഫ്രദുമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി 2 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ നോക്കിയാൽ അവിടുത്തെ മുബ്തദ അൽ ബത്തത്തു എന്നും സൈനബു എന്നും അൽ മദീനത്തു എന്നുമാണല്ലോ. ഓക്കെ, ഈ 3 ഉദാഹരണങ്ങളും നോക്കിയാൽ ഈ 3 മുബ്തദഉം എന്താണ്? ഇവ മുഫ്രദാണ്. അതായത് ഒരൊറ്റ താറാവ്, ഒരു സൈനബ്, ഒരു പട്ടണം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇവയെല്ലാം മുഅന്നസാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അൽ ബത്തത്തു എന്നുള്ളിടത്ത് ആ താ ഉത്തനീസ്, ആ താ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നുള്ളതുപോലെ മദീനത്തു എന്നുള്ളിടത്തും അങ്ങനെ കാണാം. സൈനബ് എന്നുള്ളത് ഒരു സ്ത്രീ ആണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെയുള്ള 3 മുബ്തദഉകളും അത് മുഅന്നസായിട്ട് മുഫ്രദായിട്ട് വന്ന പദങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഖബർ കൂടി അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. സാബിഹത്തുൻ, മുത്തീഅത്തുൻ, ആമിറത്തുൻ എന്നിവയാണ് ഇവിടെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. ഈ 3 ഖബറുകളും അതുപോലെ തന്നെ മുഅന്നസുമാണ്, മുഫ്രദുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇനി 3 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ അത്തിൽമീദാനി, അൽ കിതാബാനി, അൽ ഖഫീറാനി എന്നിവയാണ് അതിലുള്ള മുബ്തദഉകളായിട്ട് വന്നിട്ടുള്ളത്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ 3 എണ്ണവും മുദക്കറായിട്ടുള്ള മുസന്നയായിട്ടുള്ള പദങ്ങളാണ്. ഓക്കെ, തിൽമീദാനി എന്ന് പറഞ്ഞാൽ 2 വിദ്യാർത്ഥികൾ, കിതാബാനി എന്നാൽ 2 പുസ്തകങ്ങൾ, ഖഫീറാനി എന്നാൽ 2 കാവൽക്കാർ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം ഉള്ള മുബ്തദ അത് മുഫ്രദല്ല, മറിച്ച് മുസന്നയാണ്, 2 എന്നുള്ള അർത്ഥത്തിൽ വന്നതാണ്. അതുപോലെ തന്നെ അത് അത് മുദക്കറായിട്ടുള്ള പദമാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ മുദക്കർ മുസന്നയായിട്ടുള്ള ഒരു പദങ്ങളാണ് അവിടെ മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഖബർ നോക്കിയാലും നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ. ഹാലിറാനി, ജദീദാനി, സാഹിറാനി, ഈ 3 പദങ്ങളും മുബ്തദയിനെ പോലെ തന്നെ മുസന്നയുമാണ്, അതുപോലെ തന്നെ മുദക്കറുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി 4ാമത്തെ ഉദാഹരണങ്ങൾ അൽ ബിൻതാനി മുജ്തഹിദത്താനി, അൽ ഹദീഖത്താനി മുസ്മിറത്താനി, അൽ ഹുജറത്താനി വാസിഅത്താനി. ഇവിടെ അൽ ബിൻതാനി, അൽ ഹദീഖത്താനി, അൽ ഹുജറത്താനി എന്നീ 3 പദങ്ങളും മുബ്തദഉകളും എന്താണ്? അത് മുസന്നയാണ്, മുഅന്നസുമാണ് അല്ലേ. 2 എന്നുള്ള അർത്ഥത്തിൽ വരുന്നതുമാണ്. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ എന്നുള്ളത് എന്താണ്? അത് മുഅന്നസാണ്. ഹദീഖത്തുൻ എന്നുള്ളതും ഹുജറത്തുൻ എന്നുള്ളതുമൊക്കെ മുഅന്നസാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 3 മുബ്തദഉകളും മുസന്ന മുഅന്നസായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഖബറും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം അല്ലേ. മുജ്തഹിദത്താനി, മുസ്മിറത്താനി, വാസിഅത്താനി എന്നൊക്കെയുള്ളതും മുഅന്നസ് മുസന്നയായിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി 5ാമത്തെ ഉദാഹരണം നോക്കാം. അൽ മുഹ്സിനൂന, അത്തലാമീദു, അൽ കുസാല. ഈ 3 ഉദാഹരണങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവ 3ഉം ജംഅ് മുദക്കറാണ് അല്ലേ. ജംഅ് മുദക്കറായിട്ടാണ് വന്നിട്ടുള്ളത്. മുഹ്സിനൂന എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവർ. ഓക്കെ, തലാമീദു വിദ്യാർത്ഥികൾ, കുസാല മടിയന്മാർ എന്നൊക്കെയുള്ളത് മുദക്കറുമാണ്, അതോടുകൂടെ ജംഉമാണ്. അപ്പോൾ ഇതിലുള്ള ഖബർ നോക്കിയാലും മംദൂഹൂന, അദ്കിയാഉ, മുആഖബൂന എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് അവ 3ഉം ജംആയിട്ടാണ് വന്നിട്ടുള്ളത്, മുദക്കറായിട്ടാണ് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി 6 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ നമ്മൾ ഒന്നുകൂടെ നോക്കണം. അവിടെ അസ്സയ്യിദാത്തു, അഷ്ഷജറാത്തു, അൽ ഖുസൂറു എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഖാഇദ പറയുമ്പോൾ വിശദീകരിക്കാം. ഏതായാലും നമുക്ക് ഖാഇദയിലേക്ക് കടക്കാം. ഓക്കെ, അൽ ഖവാഇദു ഒന്ന് വായിച്ചു നോക്കാം. അൽ ഖബറു യുതാബിഖുൽ മുബ്തദഅ ഫിൽ ഇഫ്രാദി വത്തസ്നിയതി വൽ ജംഇ വത്തദ്കീരി വത്തഇനീസി. അടുത്ത ഖാഇദ ഇദാ കാനൽ മുബ്തദഉ ജംഅൻ ലിഗൈരി ആഖിലിൻ യജൂസുൽ ഇഖ്ബാറു അൻഹു ബിൽ ജംഇ വബിൽ മുഫ്രദിൽ മുഅന്നസി. ഓക്കെ, ഒന്ന് നോക്കുക. ആദ്യത്തെ ഖാഇദ അൽ ഖബറു തീർച്ചയായിട്ടും ഖബർ യുതാബിഖുൽ മുബ്തദഅ അത് മുബ്തദഇനോട് യോജിച്ചു വരുന്നതാണ്. ഫിൽ ഇഫ്രാദി വത്തസ്നിയതി വൽ ജംഇ ഇഫ്രാദ്, തസ്നിയത്തി, ജംഇ എന്നീ വിഷയങ്ങളിൽ. അതായത്
മുബ്തദ മുഫ്രദാണെങ്കിൽ ഖബറും മുഫ്രദായിരിക്കും. മുബ്തദ മുസന്നയാണെങ്കിൽ ഖബറും മുസന്നയായിരിക്കും. മുബ്തദ ജംആണെങ്കിൽ ഖബറും ജംആയിരിക്കും എന്നുള്ളതുപോലെ വത്തദ്കീരി വത്തഅനീസി, തദ്കീർ തഅനീസ് വിഷയത്തിലും എന്ന് പറഞ്ഞാൽ മുബ്തദ മുദക്കറാണെങ്കിൽ ഖബറും മുദക്കറായിരിക്കും, മുബ്തദ മുഅന്നസാണെങ്കിൽ ഖബറും മുഅന്നസായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഉദാഹരണങ്ങളിലൂടെ ഓടിച്ചു നോക്കിയാൽ നമുക്ക് ഈ കാര്യമൊക്കെ വ്യക്തമാകുന്നതാണ്. മുബ്തദ എന്താണോ അത് മുഫ്രദ് മുദക്കറാണെങ്കിൽ അതിൻ്റെ ഖബറും മുഫ്രദ് മുദക്കറായിട്ട് നമ്മൾ കണ്ടു. മുസന്നയാണെങ്കിൽ അതുപോലെ മുസന്നയാവുന്നത് കണ്ടു. മുഅന്നസാണെങ്കിൽ അതുപോലെ ഖബറും മുഅന്നസാകുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. മുബ്തദ എങ്ങനെയാണോ അതിനോട് യോജിച്ചുകൊണ്ടായിരിക്കണം മുഫ്രദ്, മുസന്ന, ജംഅ്, മുദക്കർ, മുഅന്നസ് എന്നീ വിഷയങ്ങളിലൊക്കെ ഖബർ വരേണ്ടത്. ഇനി അടുത്ത ഖായിദ നോക്കുക. ഇദാ കാനൽ മുബ്തദഉ ജംഅൻ ലിഗൈരി ആഖിലിൻ, ഇദാ കാനൽ മുബ്തദഉ മുബ്തദ ആണ് എങ്കിൽ ജംഅൻ ലിഗൈരി ആഖിലിൻ ബുദ്ധിയില്ലാത്തവർക്കുള്ള ജംആണ് എങ്കിൽ, ഗൈറ ആഖിലി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത സാധനങ്ങൾക്കാണ് പറയാം. ഓക്കെ, ബുദ്ധിയുള്ളവരാണ് മനുഷ്യർ. അപ്പോൾ മനുഷ്യരല്ലാത്ത ഏതിൻ്റെയെങ്കിലും ജംആയിട്ടാണ് മുബ്തദ വന്നിട്ടുള്ളത് എങ്കിൽ യജൂസുൽ ഇഖ്ബാറു അൻഹു, ആ മുബ്തദഇനെ തൊട്ട് ഖബർ പറയൽ ജായിസാണ്. ബിൽ ജംഇ, ജംഅ് കൊണ്ടും പറയാവുന്നതാണ്. വബിൽ മുഫ്രദിൽ മുഅന്നസി, മുഫ്രദ് മുഅന്നസ് കൊണ്ടും പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ആ ഉദാഹരണങ്ങൾ ഒന്ന് നോക്കാം. 6 എന്ന നമ്പറിട്ട് ഉദാഹരണങ്ങൾ: അസ്സയ്യിദാത്തു മുഹദ്ദബാത്തുൻ, അഷ്ഷജറാത്തു മൂരിഖാത്തുൻ ഔ മൂരിഖത്തുൻ, അൽ ഖുസൂറു ആലിയത്തുൻ ഔ ആലിയാത്തുൻ. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം അസ്സയ്യിദാത്തു എന്നുള്ളത് നേതാക്കന്മാർ, സ്ത്രീകളായ നേതാക്കന്മാർ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആഖിലാണ് അല്ലേ? നേതാവ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ആഖിലായിട്ടുള്ള വസ്തുവാണ്. അപ്പോൾ മുഹദ്ദബാത്തുൻ എന്നുള്ള ജംആയിട്ട് തന്നെയാണ് അതിൻ്റെ ഖബർ നമ്മൾ പറയേണ്ടത്. ഓക്കെ, നമ്മൾ ഖായിദയിൽ എന്താ പഠിച്ചത്? ഗൈറു ആഖിലായിട്ടുള്ള ജംആണ് എങ്കിൽ അവിടെ ജംആയിട്ടും എന്നുള്ളതുപോലെ മുഫ്രദ് മുഅന്നസായിട്ടും ഖബർ പറയാമെന്നാണ്. അടുത്ത 2 ഉദാഹരണങ്ങൾ നോക്കുക. അഷ്ഷജറാത്തു മൂരിഖാത്തുൻ ഔ മൂരിഖത്തുൻ എന്ന് 2 രൂപത്തിൽ ഇവിടെ ഖബർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അഷ്ഷജറാത്തു എന്ന് പറഞ്ഞാൽ മരങ്ങൾ എന്നാണ് അർത്ഥം. അത് ജംആണ് എന്ന് നമുക്കറിയാം. എന്നുള്ളതുപോലെ അത് ഗൈറു ആഖിലുമാണ് അല്ലേ? മരം എന്ന് പറയുന്നത് ആഖിലായിട്ടുള്ള ബുദ്ധിയുള്ള വസ്തുവല്ല, ബുദ്ധിയില്ലാത്ത വസ്തുവാണ്. അപ്പോൾ ഗൈറു ആഖിലിനുള്ള ജംആണ് ഇവിടെ മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഖബറായിട്ട് നമുക്ക് മൂരിഖാത്തുൻ എന്നുള്ള രൂപത്തിൽ ജംആയിട്ട് തന്നെ ഖബർ പറയാവുന്നതാണ്. അല്ല എങ്കിൽ മൂരിഖത്തുൻ എന്ന് മുഫ്രദ് മുഅന്നസായിട്ട് നമുക്ക് ഖബർ പറയാവുന്നതാണ്. 2 രൂപത്തിലും അവിടെ പറയാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഉദാഹരണം കൂടി നോക്കിയാൽ ഒന്നുകൂടി ക്ലിയർ ആകും. അൽ ഖുസൂറു ആലിയത്തുൻ ഔ ആലിയാത്തുൻ. ഓക്കെ, അൽ ഖുസൂറു കൊട്ടാരങ്ങൾ, ഖസ്റുൻ എന്നുള്ളത് ഗൈറു ആഖിലാണ്, ബുദ്ധിയില്ലാത്ത വസ്തുവാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ജംആണ് ഖുസൂർ എന്നുള്ളത്. അതാണ് ഇവിടെ മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഖായിദയിൽ പഠിച്ച പ്രകാരം ഇങ്ങനെ ഗൈറു ആഖിലിനുള്ള ജംഅ് മുബ്തദ ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഖബറായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ ആലിയാത്തുൻ എന്നുള്ള രൂപത്തിൽ ജംആയിട്ടും ഖബർ പറയാം. അല്ലെങ്കിൽ ആലിയത്തുൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് മുഫ്രദ് മുഅന്നസായിട്ടും അതിൻ്റെ ഖബർ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ മുബ്തദഉം ഖബറും ഇവ പരസ്പരം യോജിക്കേണ്ടതാണ്. മുഫ്രദ്, മുസന്ന, ജംഅ് എന്നുള്ള വിഷയത്തിലും മുദക്കർ, മുഅന്നസ് എന്നുള്ള വിഷയത്തിലും മുബ്തദ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഖബറും വരേണ്ടത്. എന്നാൽ അതിലൊരു സ്പെഷ്യൽ കേസ് എന്താണെന്ന് വെച്ചാൽ അഥവാ മുബ്തദ ഗൈറു ആഖിലിനുള്ള ജംആയിട്ടാണ് വന്നത് എങ്കിൽ അതിൻ്റെ ഖബറായിട്ട് നമുക്ക് ജംഉം എന്നുള്ളതുപോലെ മുഫ്രദ് മുഅന്നസും ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ ഒന്നുകൂടി വായിച്ചു നോക്കി ഈ ഖായിദകൾ കൂടി മനസ്സിൽ കുടിയിരുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.